എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ ഇൻ ദ സെൻസ്, അതായത് നമ്മൾ ഈ മഴക്കാലമൊക്കെ പ്രമാണിച്ചും തിരുവാതിര ഞാറ്റുവേലയൊക്കെ പ്രമാണിച്ചും കുറച്ച് പച്ചക്കറി തൈകളും വിത്തുകളും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറമ്പിൽ. അതായത് അതിൻ്റെ കുറ്റി അമരയുടെ വിളവെടുപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. കാരണം ആദ്യമായിട്ടാണ് കുറ്റി അമര ഇവിടെ കൃഷി ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഈ വള്ളി പടർന്നു കയറുന്ന അമരപ്പയറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അമര ആദ്യമായിട്ടാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് മഹാമഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഒരുപാടൊന്നുമില്ല, ഒരു 3-4 ചോടേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അമ്മ അവിടെ കാത്തിരിക്കുകയാണ് വിളവെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് പോകാം. സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം അതിന് ശേഷം, വിളവെടുപ്പിന് ശേഷം അതുകൊണ്ടുള്ളൊരു ചെറിയൊരു കൊച്ചൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാചക രീതി കൂടി അമ്മ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വേഗം തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഇതിലൊരെണ്ണം കൂടെ പറിക്കാനുണ്ട്, നിങ്ങളുടെ പറിക്കാം. കുറ്റിയമരയാട്ടോ അത്. നമ്മുടെ കുറ്റി അമര പറിച്ചോ. ഫ്രഷ് ഫ്രം ദി ഗാർഡൻ. ഇതിലേക്ക് ഞാൻ ഉച്ചയ്ക്ക് പറിച്ചത്. അത് ഈ പൂത്ത് നിൽക്കണം. ഞാൻ വന്ന് ഇതിലുണ്ടായിരുന്നു പറിച്ച് ഞാൻ അരിഞ്ഞു വെച്ചത്. ഇതും അതുപോലെ ഇതിലും ഉണ്ടായിരുന്നു. അതെ, നീ നട്ടേക്കണ കുറ്റിയമരയാണ്. നമുക്ക് പോകാം, അടുക്കളയിട്ട് പോകാം. കാന്താരികൾ, പച്ചക്കാന്താരി ഇഷ്ടം പോലെ. ഇത് വെള്ളം പൂവിടണം അമര. പൂവിടണം. ഇതിലിത് രണ്ടിലും പൂവുണ്ട്. ഇതിൽ കൂടുതലുണ്ടായിരുന്നു. അത് മൊത്തം പറിച്ച് അരിഞ്ഞു വെച്ചേക്കണേന്ന് കാണിക്കാം. കിണറിൻ്റെ അവിടെ നിൽക്കണ വെള്ളയിലാണ് കൂടുതലും മുളക്. അതിലൊരുപാട് മുളകുണ്ട്. അവിടെ നിൽക്കണ ആര്യവേപ്പിൻ്റെ അടുത്ത് നിൽക്കണം. കുറ്റി അമര. ഇങ്ങനത്തെ അമര ഞാൻ കണ്ടിട്ടില്ല. ഈ സാധാരണ വള്ളി കയറുന്ന അമരപ്പയറ കണ്ടേക്കണം. ഇത് കുറ്റിയായിട്ട് നിൽക്കുള്ളൂ, വള്ളിയെ കയറൂല. അങ്ങനെ ഈ കാന്താരിയൊക്കെ പോലെ കുറ്റി, എന്നിട്ട് പെട്ടെന്ന് പൂവിട്ടുണ്ടാവും. പൂ ഉണ്ടായിക്കോളും ഇഷ്ടം പോലെ. അതൊക്കെ അപ്പോഴേ ഡ്യൂട്ടിയാണ്. പാകി കിളിപ്പിക്കലും നടിയിലും നിൻ്റെ ഡ്യൂട്ടി. എനിക്ക് കാന്താരി മുളക് മാത്രമേ ഉള്ളൂ. അതെ, വെള്ളക്കാന്താരി ഉലഞ്ഞ് നിൽക്കണേ. ഇത് കുഞ്ചാത്തിൻ്റെ വീട്ടിൽ നിന്ന് തയ്യായിട്ട് കൊണ്ടുവന്നതാണ് നമ്മൾ. മറയൂര് നല്ല മുഴുത്തതാണ്. ഇത് അപ്പുറേ അതിൽ പൂ കുട്ടി. ഇല്ല, അവിടെ വേറെ പൂ കുട്ടിയേക്കണം. അതിൽ പൂ കുട്ടി. ആ താഴെ അമരപ്പയറിൻ്റെ അവിടെ ഉള്ളത് കണ്ടായിരുന്നു. അവിടെ 2 ഇതൊക്കെ നല്ല ബിഗ് കേട്ടോ, നല്ല മുഴുപ്പാണ്. അതാ എന അതാ മുഴുപ്പ്. അങ്ങനെ നമ്മളിത് കുറച്ച് അമരപ്പയർ ഞാനവിടെ ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു സവോള ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ബാക്കി നരിയണ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വെച്ചത്. കാണാനൊന്നുമില്ല, എങ്കിലും ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് കാണിക്കണമല്ലോ. നാര് പോലെയുള്ളത് ഇത് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. സവോള ഉള്ളി ഏത് തോരന് ചേർത്താലും നല്ലതാണ്. പിന്നെ ബീൻസ് പോലെ, അതെ, മറ്റ് തോരൻ പോലെ തേങ്ങയിട്ട് ഒതുക്കണമെന്നില്ല. തേങ്ങയിട്ട് ചുമ്മാ തോരനായിട്ടങ്ങ് എടുക്കുക. ആദ്യമായിട്ട് ചെയ്യണല്ലേ, എങ്ങനെയുണ്ടെന്ന് അറിയില്ല കേട്ടോ. നോക്കാം നമുക്ക് എങ്ങനെയാന്ന്. കുറ്റിയമരയല്ലേ. അതെ, നമ്മുടെ സ്വന്തം ഗാർഡനിലെ അമരപ്പയർ. ഞങ്ങളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും അറിയില്ല. ഏതായാലും ഉണ്ടാക്കി കഴിച്ചിട്ട് പറയാം അല്ലേ. അതെ, പച്ചമുളക് ഇടണ്ട. കാരണം എന്നാന്ന് വെച്ചാൽ അതിൽ പിടിച്ച് പിടിച്ച് കഴിഞ്ഞ് പ്രശ്നമാകും. അപ്പോൾ അതേ ഞാൻ ഈ സവോളയിൽ നിന്ന് മാറ്റി തരാം. ഇതൊക്കെ അമരപ്പയറിൻ്റെ. ഫ്രിഡ്ജിൽ 3 ഇരുന്നതും എടുത്തായിരുന്നു. അത് നേരത്തെ പറിച്ച് വെച്ചത്. എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മൊത്തം. ഗാർഡൻ ഫ്രഷ് അടിപൊളി. ഇത്രയേ ഉള്ളൂ പരിപാടി അല്ലേ. ഞങ്ങളുടെ സ്വന്തം അമരപ്പയർ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള ഉള്ളി അരിഞ്ഞിട്ടുണ്ട്.
പച്ചമുളക് അരിഞ്ഞ് ചേർക്കാത്ത അരി പിടിച്ച് കടിച്ചെങ്കിൽ എല്ലാവർക്കും കൂടെ എരിവേന്നും പറഞ്ഞ് പിന്നെ ആകെ ബഹളാവും. അതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. അപ്പം അതിന് വേണ്ടി ഇത് അത്രയല്ലേ അതുള്ളൂ. അതിന് വേണ്ടിതേ കുറച്ച് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചുമന്നുള്ളി കൂടുതൽ, ഒരു തളം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, വേപ്പില. ഇത് ശരിക്കും ഒതുക്കിയെടുത്താൽ നല്ലതാണ്. സന്ധ്യ ആയതുകൊണ്ട് അതിനൊന്നും പറ്റൂല. അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ തന്നെ ചീൻചട്ടിയിലേക്ക് ഇട്ട് ഉണ്ടാക്കാൻ പോവാം. ഈ ചീൻചട്ടി എല്ലാവരും കണ്ടോ? ഈ ചീൻചട്ടി ഓണം പ്രമാണിച്ച് ഞങ്ങൾ പർച്ചേസ് നടത്തിയതാണ്. ഞാനല്ല, ഞാൻ പുറത്തേക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് പോകാറില്ല. മകള് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇഷ്ടപ്പെട്ടോന്ന് നിങ്ങൾ പറയണോട്ടോ. ഞാൻ അവളോട് പറഞ്ഞായിരുന്നു കൊച്ചു നോൺ സ്റ്റിക്ക് ചീനച്ചട്ടി കണ്ടാ മേടിക്കണം. അപ്പൊ അവള് ഏതോ മാളിൽ ചെന്നപ്പോ കണ്ട് മേടിച്ചതാ അല്ലേ. അപ്പൊ നമുക്കതിലേക്ക് ഇതേ ഉള്ളി ആദ്യം അങ്ങ് ഇടാം. ഉള്ളി പതുക്കെ ഇളക്കി, അധികം മൂക്കണമെന്നില്ല, എല്ലാം വേവിക്കാനുള്ളതല്ലേ. ഒരു ചെറിയൊരു മൂപ്പ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങയും മുളക് പൊടി മഞ്ഞപ്പൊടിയും ചേർക്കുവാണേ. ചേർക്കുക, കടുക് പൊട്ടിക്കണില്ല കേട്ടോ, തോരനല്ലേ. കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് ഇങ്ങനെ ചെറിയ. അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വലിയ ഇഷ്ടം. എനിക്ക് ചെറിയ പാത്രങ്ങൾ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ കുറച്ച് ഐറ്റം ഉണ്ടാക്കാൻ പാകത്തിനുള്ള. അപ്പൊ കുഞ്ഞു കടുക് പൊട്ടിക്കുന്ന അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇവിടെ അതുകൊണ്ട് മേടിച്ചോണ്ട് വരും. ഞാൻ പറയും, അപ്പൊ കാണുമ്പോ ഇവള് മേടിച്ചോണ്ട് വരും. അങ്ങനെയാണ്. ഇതിനകത്ത് ഉണ്ടാക്കാൻ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്, കാണാൻ ഭംഗിയില്ലേ. ഇതിലേക്ക് ഇടട്ടെ? ഇടുക. ഇട്ട് ഉപ്പും ചേർത്തേച്ച് നമുക്ക് മൂടിപ്പൊത്തി വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിട്ട് വെന്ത് വരുന്ന പാകത്തിന് കാണിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിന് ഉപ്പ് നീര് തളിക്കാം കേട്ടോ. ഈ സാധനം ഉണ്ടാക്കാൻ ഇത് കറക്റ്റാ പാകം. സന്ധ്യ ആയതുകൊണ്ട് പ്രാണികൾ പറന്നു തുടങ്ങില്ലേ. വലിയ ലൈറ്റ് ആയതുകൊണ്ട് പ്രാണികൾ വരും പെട്ടെന്ന്. വെളിച്ചത്തിലേക്ക് വേണം മൂടി വെക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറായത് കാരണം കാണാൻ നല്ല രസം. ഗ്രീൻ ആയിട്ടില്ലേ, നല്ലത് ഗോ ഗ്രീൻ. അതെ. ഉപ്പ് കളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല. ഞാൻ മകളോട് പറയുമായിരുന്നേ, ഈ ഇങ്ങനത്തെ ചീൻചട്ടി ഒരെണ്ണം കൂടെ വാങ്ങിച്ചോളാൻ. ഇനി കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമായി. ഈ സൈസ് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു. അധികം വലുതിനോട് എനിക്ക് താല്പര്യമില്ല. ഈ സൈസ് തന്നെ ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ വേണം. ഇത് എത്ര സെന്റിമീറ്റർ ആണെന്ന് നോക്കിയില്ല ഞാൻ. ബാക്കിലുണ്ടാവും എന്തായാലും. അത് നോക്കി വെച്ച് വേണമെങ്കിൽ പറയാം. സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെടുവാണെങ്കിൽ പറയാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് കാണിക്കാം. നമുക്ക് വേവായിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്തു വിടണം കേട്ടോ. പിന്നെ ഇടയ്ക്ക് എല്ലാ തോരനും ചെയ്യുമ്പോൾ ചെയ്യണം. ഇത് ഇളവനായതുകൊണ്ട് നമ്മൾ വൈകുന്നേരം പറിച്ച് ഫ്രഷായിട്ട് കൊണ്ടുവന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. ഇത് ഭയങ്കര ചൂടാണ്. ഞാനൊരു കാര്യം ചെയ്യാം. ഈ നോൺ സ്റ്റിക്ക് തവയായതുകൊണ്ട് ഇതിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഡ്രൈ ആയിപ്പോകും. ഈ സ്റ്റീൽ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ ആ കുഴപ്പമില്ല കേട്ടോ. കൂടുതൽ ഡ്രൈ ആയ തോരനൊരു സുഖമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കറി എടുക്കുന്ന ഡിഷിലേക്ക് അങ്ങ് പകർത്താം. പകർത്തല്ലേ? എന്നിട്ട് നീയില്ലേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടല്ലേ. ഇതിലേക്ക് ഞാനങ്ങ് മാറ്റാം. ഇതേ ആവി പറക്കണം. ഒരു സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടെ. നല്ല ടേസ്റ്റ്. അമ്മയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നോക്കിയായിരുന്നു ഉപ്പ് നോക്കാൻ വേണ്ടി. ചൂടാണ്, ഭയങ്കര ചൂടാണല്ലോ കൊച്ചേ. ഒരു ഇച്ചിരി എടുത്തിട്ട് ഊതിയാ മതി. ഭയങ്കര ചൂടാ. നല്ല രുചിയാണ്. വളരെ നല്ല രുചിയാണ്. ശരിക്കും നീ പറഞ്ഞ പോലെ ബീൻസിന്റെ ഒക്കെ ടേസ്റ്റാ. പിന്നെ നമ്മൾ വെള്ളിയച്ചിങ്ങൊക്കെ തോരൻ ഉണ്ടാക്കൂല, അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റാ. നല്ലതാട്ടോ, നന്നായിട്ടുണ്ട്. ഇച്ചിരി വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തു. ഭയങ്കര ചൂടാണ്. ഞാൻ പിന്നെ ചൂട് ഭയങ്കര ചൂടാട്ടോ. ഇച്ചിരി അപ്പയ്ക്ക് കൊടുക്കാം. അപ്പയ്ക്ക് ഇഷ്ടപ്പെടും തോരനായതുകൊണ്ട്. പിന്നെ നമ്മൾ അധികം എരിവ് ഇട്ടിട്ടില്ല. തോരനാകുമ്പോൾ അധികം എരിവ് യൂസ് ചെയ്യാറില്ല ഇവിടെ. കഴിഞ്ഞിട്ട് അതങ്ങ് മൂടി വെച്ചാൽ മതി. പടം എടുത്ത് കഴിയുമ്പോൾ നല്ല രുചിയാണ്. വേറെ ടേസ്റ്റ്. അത് നമ്മളോട് പറഞ്ഞത് തറവാട്ടിലെ പ്രീതി ചേച്ചിയല്ലേ പറഞ്ഞ വേവിച്ചാൻ ഇഷ്ടമായിരുന്നു അല്ലേ? നല്ല രുചിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. വെരി വെരി ടേസ്റ്റി. ഊണ് കഴിക്കുമ്പോൾ എടുക്കുമ്പോൾ കാണിക്കാം. ചോറിൻ്റെ അരിയിലിടുമ്പോൾ കാണിക്കാം അല്ലേ?
ഇനി പപ്പ കുളിക്കാൻ തുടങ്ങും. ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ വേർതിരിക്കണം. ടേസ്റ്റ് ചെയ്യൂല. ചോറുണ്ണുമ്പോൾ ചോദിക്കാൻ നമുക്ക് അങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം അതിന് പറ്റിയ ചിൻചട്ടിയായിരുന്നു കേട്ടോ ഇതുണ്ടാക്കാൻ. പറ്റിയ പാത്രമായിരുന്നു. നല്ല പാത്രം. ഇപ്പം നമ്മൾ ഇന്ന് തോരൻ ആവി പറക്കുവാണല്ലോ ഇപ്പോഴും. നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന അമര കുറ്റി അമരയുടെ അമരപ്പയറ് തോരൻ. അതെ, നല്ല ടേസ്റ്റിയാണ്. അത് എനിക്ക് തോന്നുന്നു ഫ്രഷ് ആയിട്ട് ആയിരിക്കാം. നല്ല ഗ്രീനിഷ് കളറും. അത് ഈ വെണ്ടയ്ക്കയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വഴുതനങ്ങ ഇതെല്ലാ സംഗതി നല്ല ടേസ്റ്റിയാണ്. പയറ് ഉൾപ്പെടെ പറിച്ചുണ്ടാക്കുമ്പോൾ അത് ഫ്രഷ് ആയതുകൊണ്ടായിരിക്കും. ഇച്ചിരി തേങ്ങ അമ്മ അതുകൊണ്ട് കൂടുതൽ ഇട്ടു, കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ല, സവോളയും തേങ്ങയും കൂടുതൽ, സവോള പറഞ്ഞ അല്ലെങ്കിൽ ഇടാറുണ്ട്, തേങ്ങ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒട്ടും ഒരു നുള്ളു പോലും ഉണ്ടാവില്ല. അപ്പയുടെ ചോറാട്ടോ, കാണുമ്പോൾ അറിയാലോ. വെളുത്തുള്ളിയൊക്കെ കിടക്കുമ്പോൾ കാണുന്നത് എനിക്കറിയാം. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഉണ്ട്. കാരണം അപ്പ എപ്പോഴും ചോറിൻ്റെ ഒപ്പം വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ ഇടും. അത് കൊളസ്ട്രോളിന് നല്ലതാന്നാ പറഞ്ഞത്. മെളാനീൻ എത്തിയോ നമുക്ക്? ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഈ സംഭവം. വൈകുന്നേരം മേടിച്ചോണ്ടാണ് ഞാൻ വെച്ചത്. ചട്ടിയിലുണ്ട്, ഇച്ചിരി ചാറും വെച്ചേക്കാം. കുറുകി വന്ന വൈകിട്ട് വെച്ചോണ്ട് നാളത്തേക്ക് കൂടുതലാവുള്ളൂ. ഇത് വറക്കാം. 2 ദിവസം കഴിയുമ്പോൾ വറക്കാനും ഇരിപ്പുണ്ട്. ഒരെണ്ണം ഭാവിച്ചിട്ടോളാം. ഇതാണ് കിച്ചടിയും മീൻകറിയും കേട്ടോ ഒഴിച്ചേക്കണത്. പാവയ്ക്ക കിച്ചടി, മീൻചാറ്, മീൻ വേവിച്ചത്, തോരൻ. അത്രേ ഉള്ളൂ. അടിപൊളി. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? എന്തായാലും ഇഷ്ടപ്പെടും എന്ന് അറിയാം. കാരണം നിങ്ങൾക്ക് ഇതൊരു കൈൻഡ് ഓഫ് ഒരു റിലാക്സേഷൻ കൂടിയാണ് അല്ലേ. നമ്മൾ സ്വന്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്ത് അതിൽ നിന്നൊരു വിളവെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു പ്രതീക്ഷ, ആ ഒരു സന്തോഷം, അതൊക്കെ ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ചോടാണെങ്കിലും ഒരു ഗ്രോ ബാഗിൽ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്കത് ഓരോ ദിവസവും തരുന്ന പ്രതീക്ഷയും ഓരോ ദിവസവും തരുന്ന സന്തോഷവും അത് വളരെ വലുതായിരിക്കും കേട്ടോ. എവറി ഡേ നമ്മൾ എണീറ്റിട്ട് ഡെയിലി അതിൻ്റെ ചോട്ടിലേക്ക് പോയി അതിൻ്റെ ഗ്രോത്ത് ഒക്കെ നമുക്ക് കാണുക എന്നുള്ളത് തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കൈൻഡ് ഓഫ് റിലാക്സേഷൻ കൂടിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവും തന്നെ കരുതുന്നു. സാധാരണ നമ്മൾ ഈ അമരപ്പയർ പണ്ട് ഇവിടെ വാങ്ങിക്കുമായിരുന്നു. അത് നമുക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല. പക്ഷെ ഇതിനെന്താണെന്നറിയില്ല, ഒരു പ്രത്യേക രുചിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ രുചിയുടെ ഒരു പ്രധാന കാരണമായിട്ട് തോന്നിയത് ആ ഒരു ഫ്രഷ്നെസ് ആണ് കേട്ടോ. ആ പച്ചക്കറിയുടെ സഡൻ നമ്മൾ ഡയറക്റ്റായിട്ട് പറിച്ച് പാചകം ചെയ്യുമ്പോൾ ആ പച്ചക്കറിക്ക് കിട്ടുന്ന ആ ഒരു ഫ്രഷ്നെസ്, അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അതിൻ്റെ രുചിയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിന്നത്. അപ്പം എനിവേസ് ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു കാര്യമായിരുന്നു. പച്ചക്കറി നടലും അതിൻ്റെ വളർച്ച നോക്കലും അത് അധികം പരിപാലിക്കലൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് നട്ടപ്പോൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ടിട്ടേ ഉള്ളൂ. പിന്നെ മഴയുള്ള കാരണം വെള്ളമൊക്കെ കിട്ടിയല്ലോ. പിന്നെ അങ്ങനെ വളമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ നല്ലോണം വിളവ് തന്നു. അപ്പോൾ എനിവേസ് നിങ്ങളും അത് ഉറപ്പായിട്ടും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൂടി അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടില്ലേന്ന് ഒന്ന് റീചെക്ക് ചെയ്തേക്കാം കേട്ടോ. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു തകർപ്പൻ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.